الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് നമ്മൾ രണ്ട് ഖുത്ബകളിലായി ചർച്ച ചെയ്തത്. സലാസുൻ മുൻജിയാത്തുൻ സലാസുൻ മുഹ്ലികാത്തുൻ, രക്ഷപ്പെടുത്തുന്ന 3 കാര്യങ്ങളും നശിപ്പിച്ചു കളയുന്ന 3 കാര്യങ്ങളും. അതിനെ തുടർന്ന് വന്ന മറ്റൊരു 3 കാര്യമാണ് ഇന്ന് ചിന്തയിൽപ്പെടുത്താനുള്ളത്. സലാത്തുൻ കഫാറാത്തുൻ, 3 കാര്യങ്ങൾ കഫാറത്തുകളാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും എല്ലാം പലപ്പോഴും ഒക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ വരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്ന ഇത്തരം ചില അബദ്ധങ്ങളെ പരിഹരിച്ചു വിടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിലൊന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്തിളാറു സ്വലാത്തി ബഅദ സ്വലാ. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക. മറ്റൊന്ന് ഇസ്ബാഉൽ വുദൂഇ
അൽ-സദറാത്ത്, പ്രയാസകരമായ സന്ദർഭത്തിലും വുളൂ പൂർത്തിയാക്കിയെടുക്കുക. മൂന്നാമത്തത് നഖദുൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്, ഐ കസ്റത്തുൽ ഖുതാ ഇലൽ ജമാഅത്ത്, പള്ളികളിലേക്ക് ജമാഅത്തിന് വേണ്ടി കൂടുതൽ നടന്ന് അഥവാ കാലടികൾ ധാരാളമാക്കുക. ഇത് മൂന്ന് കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൽ ഒന്നാമത്തത്, ഒരു നിസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ പള്ളിയെ ഒരു സൗകര്യമാക്കി എടുക്കുക, ഇരിക്കാൻ സൗകര്യമുള്ള, കഴിഞ്ഞുകൂടാൻ സൗകര്യമുള്ള, സമയം നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ പറ്റുന്ന ഒരിടമാക്കി പള്ളിയെ മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ പള്ളികളുടെ അവസ്ഥ എന്ന് വെച്ചാൽ ജമാഅത്ത് കഴിഞ്ഞാൽ അപ്പോഴേ ലോക്കിട്ട് വണ്ടി വിട്ടു, പിന്നെ പള്ളിയിൽ ഇരിക്കാൻ ആളുകളുണ്ടാവില്ല, എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും ഓട്ടത്തിലാണ്. കുറച്ചു നേരം ഒന്ന് പള്ളിയിൽ ഇരിക്കാൻ നമുക്ക് കഴിയില്ല, മനസ്സ് നമ്മളെ സമ്മതിക്കണില്ല. അവിടെയാണ് ഈ വാക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു നിസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിക്കുക. അത്യാവശ്യത്തിന് പോകേണ്ടി വന്നാൽ പോവുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് എന്ന് പറഞ്ഞ സുദീർഘമായ ഹദീസ്. 7 വിഭാഗം ആളുകൾക്ക് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തണലൊരുക്കും. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം പറഞ്ഞത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, ഒരാൾ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, അയാളുടെ ഖൽബ്, ഹൃദയം പള്ളിയുമായി കണക്ട് ചെയ്യപ്പെട്ടതാണ്, ബന്ധിക്കപ്പെട്ടതാണ്. അയാൾ പള്ളിയിൽ നിന്ന് പുറത്തു പോയാലും ആവശ്യങ്ങൾക്ക് വേണ്ടി പോയാലും പിന്നെയും അയാളുടെ മനസ്സ് പള്ളിയിലേക്ക് പോകണം, പള്ളിയിലേക്ക് പോകണം, പള്ളിയിലേക്ക് പോകണം എന്നതായിരിക്കും. ഇങ്ങനെ മനസ്സ് ബന്ധിക്കപ്പെട്ടയാൾ വലിയ പ്രതിഫലവും വലിയ മഹത്വവുമാണ് പള്ളിയിൽ കഴിഞ്ഞുകൂടുന്നതിന് ലഭിക്കുക. അള്ളാഹുവിന് വലിയ സന്തോഷമാണ് അത്തരം ആളുകളെ. ആ സന്തോഷം എത്രത്തോളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മാ തവഫന റജുലു മുസ്ലിമിൻ അൽ മസാജിദ, ഒരു മുസ്ലിമായ ആൾ, അയാൾ പള്ളിയെ അയാൾ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. എന്തിന്? നിസ്കരിക്കുവാനും അള്ളാഹുവിനെ ഓർക്കുവാനും സ്മരിക്കുവാനും ഒക്കെയുള്ള ഒരിടമായി പള്ളിയെ ഒരു മുസ്ലിം സൗകര്യപ്പെടുത്തിയിട്ടില്ല. ഇല്ലാ തബശ്ബശല്ലാഹു ലഹു കമാ യതബശ്ബശ് അഹ്ലുൽ ഗായിബി ബിഗായിബിഹിം ഇദാ ഖദിമ അലൈഹിം. അള്ളാഹുവിന് അയാളോട് സന്തോഷം ഉണ്ടായിട്ടല്ലാതെ, സന്തോഷം ഉണ്ടാവും. എത്ര സന്തോഷം എന്നറിയും? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നമ്മളിൽ നിന്ന് കൈവിട്ടുപോയി, കാണാനില്ലാതായി, കുറച്ചു കാലങ്ങൾക്ക് ശേഷം, നാളുകൾക്ക് ശേഷം അയാൾ തിരിച്ചു വരുമ്പോൾ നമുക്കൊരു സന്തോഷം തരും. എന്തായിരിക്കും നമ്മുടെ ആഹ്ലാദം? എന്തായിരിക്കും അയാളോടുള്ള നമ്മുടെ താല്പര്യം? അതുപോലെയാണ് അള്ളാഹുവിനെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോ നിസ്കാരത്തിനും ദിക്റിനും വേണ്ടി പള്ളി അങ്ങനെ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഒരാൾ, അയാളോട് അള്ളാഹുവിനുള്ള ബന്ധത. കാരണം എല്ലാവരും പോയി, ആരുമില്ല, ഒക്കെ എല്ലാവരും പോയി കഴിഞ്ഞ് ഇയാൾ മാത്രമാണ് പള്ളിയിൽ ഇരിക്കുന്നത്. അല്പനേരമെങ്കിലും പള്ളിയിൽ ഇരുന്ന് അല്പനേരമെങ്കിലും അവിടെ നിന്ന് കഴിഞ്ഞുകൂടാൻ താല്പര്യമില്ല. അങ്ങാടി ഇരിക്കാൻ സമയമുണ്ടല്ലേ നമുക്ക്, അല്ലേ? അങ്ങാടിയില്ല, കല്ലുപുറത്ത് കയറി ഇരിക്കാൻ സമയമുണ്ട്, പീഡിയത്തിൻ്റെ ഇരിക്കാൻ സമയമുണ്ട്, ധാരാളം സമയങ്ങൾ നമുക്കുണ്ട്. പക്ഷെ നിസ്കാരം കഴിഞ്ഞാൽ എന്താണ് ഈ ഓട്ടം? എന്നിട്ടാണ് ഈ ഓടുന്നത്? എന്താണ് ഈ ഓട്ടത്തിന്റെ ലക്ഷ്യം? നിസ്കാരം കഴിഞ്ഞ ഓട്ടനെ തട്ടിമുട്ടി ഒറ്റ ഓട്ടാണ്. അല്പനേരം പോലെ ഇരിക്കാൻ ഇത്രയും വലിയ ഒരു അനുഗ്രഹമാണ് അത് എന്ന് മനസ്സിലാക്കണില്ല നമ്മള്. അള്ളാഹുവിന് അത്രയും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ല മൗലവി, അങ്ങനെ ഈ പള്ളി തന്നെ ഇരുന്ന കാര്യങ്ങളെല്ലാം നടക്കോ? അതൊരു ചോദ്യമാണ്. പള്ളിയിലങ്ങനെ ഇരുന്ന കാര്യങ്ങളൊക്കെ നടക്കാം, കുഴപ്പമില്ല, പോയിക്കോളി.
പൊയ്ക്കോ, എന്നാലും പള്ളിയുമായി ബന്ധമുണ്ടാവണം. അത് റസൂലുള്ളാഹി പറഞ്ഞ വാചകം കാണാം. മാ മിൻ റജുലിൻ കാന യതവദ്ദൽ മസാജിദ ഫശഗലഹു അംറുൻ ഔ ഇല്ലത്തുൻ ثم عاد الى ما كان الا يتبشبش الله اليه كما يتبشبش اهل الغائب بغائب من اقدر. മറ്റൊരു ഹദീസാണ്. ഒരാൾ പള്ളിയിലിരുന്നു, പള്ളിയിൽ വന്നു, അങ്ങനെ സൗകര്യപ്പെടുത്തി നിസ്കാരം കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോ അത്യാവശ്യം ഒരു കാര്യത്തിന് പോകേണ്ടതുണ്ട്. അയാൾക്കൊരു കാര്യം വന്നു, അത്യാവശ്യം പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായി, എന്നാൽ അയാൾക്ക് പോകാം. പോയിട്ട് അയാൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് വലിയ സന്തോഷമായിരിക്കും ഉണ്ടാവുക. ആ സന്തോഷത്തിന്റെ ആധിക്യമാണ് പറഞ്ഞത്. നമ്മളിൽ നിന്ന് മറഞ്ഞുപോയ ഒരാള് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമുക്ക് എത്രയാണോ അത്രയും വലിയ സന്തോഷം അല്ലാഹുവിന് ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഖാഇദു അല സ്വലാത്തി കൽ ഖാനിതി. നിസ്കാരത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരാൾ, നിസ്കാരത്തിന്റെ മേലെ ഇരിക്കുന്ന ഒരാൾ, എന്നുവെച്ചാൽ നിസ്കാരം ആയിട്ടില്ല, നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക, അങ്ങനെ ഒരാൾ കൽ ഖാനിത്. കൽ ഖാനിത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ നിൽക്കുന്നവനെ പോലെയാണ്. ويكتب للمصلين من حين يخرج من بيته حتى يرجع إليه. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് തിരിച്ചു വീട്ടിൽ എത്തുന്നത് വരെ അല്ലാഹു അയാൾക്ക് വേണ്ടി നന്മ രേഖപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. വലിയ പ്രതിഫലമാണ്. ഒരു ഹദീസിൽ കാണാം, ഇദാ സ്വല്ല അഹദുക്കും ثم جلس في مصلى لم تزل الملائكة تصلي عليه اللهم اغفر له اللهم ارحمه. നിങ്ങൾ ആരെങ്കിലും ഒരാൾ നിസ്കരിച്ചു, എന്നിട്ട് ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ അയാൾ അങ്ങനെ കുറച്ചു നേരം അങ്ങനെ ഇരുന്നാൽ മലക്കുകൾ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറും റഹ്മത്തും ചോദിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എത്ര വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അപ്പൊ ചില ആളുകൾ തന്നെ പുരുഷന്മാർക്ക് മാത്രമല്ല വലിയ ഗുണം, സ്ത്രീകൾക്കും ഉണ്ടാവില്ല. കാരണം ഓർക്ക് പള്ളികളല്ലോ വീടല്ലേ എന്നാണ് വിചാരിക്കേണ്ടത്. ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങൾ അങ്ങ് റൂമിലേക്ക് പോയി. റൂം എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ അപ്പുറത്തൊന്നും അല്ലല്ലോ. ഹുജറാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയോട് ചാരിയിട്ടുള്ള സ്ഥലം, അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇശാന്റെ സമയമായി, ബാങ്ക് കൊടുത്തു, ഇഖാമത്തിന്റെ സമയമായ പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ, വാച്ച്മാൻ നോക്കും, തുമ്മ നോക്കും, വാച്ച്മാൻ നോക്കും, തുമ്മ നോക്കും. ഇങ്ങനെ ആകാനിക്ക ഭയങ്കര ബേജാറാണ്. ഒരു മിനിറ്റ് സെക്കൻഡ് തെറ്റിയ പ്രശ്നമാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ല. കുറേ സമയമായിട്ട് നബിയെ കാണാനില്ല. അപ്പൊ പള്ളിയിൽ വന്ന പെണ്ണുങ്ങളൊക്കെ ഉറങ്ങാൻ തുടങ്ങി, കുട്ടികളും ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെയല്ലോ, ഒരു ഫുള്ള് പണിയെടുക്കുന്ന ആളുകളാണ്. വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് പള്ളിയിൽ വരിക. നമ്മുടെ സ്ത്രീകളൊന്നും അങ്ങനെ പള്ളിയിൽ വന്ന് ശീലമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ജുമുഅക്ക് വന്നാലായി എന്നല്ലാതെ വഖത്തുകൾക്ക് പള്ളിയിൽ വരിക എന്നുള്ള കാര്യമൊന്നും അവർക്ക് താല്പര്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ആ പെണ്ണിന് നിർബന്ധമാണോ വേറെ വിഷയം, അവർക്ക് ജമാഅത്ത് നിർബന്ധമാണോ ഇല്ല. പക്ഷെ ഒരു പെണ്ണുങ്ങനെ നടന്ന് വീട്ടിൽ നിന്ന് പോന്നാൽ പ്രതിഫലം ഉണ്ടാകും, ഉറപ്പാണ് പ്രതിഫലം ഉണ്ട്. ഈ കിട്ടുന്ന പ്രതിഫലമൊക്കെ അവർക്ക് കിട്ടും. ഒരു പെണ്ണങ്ങനെ ചോദിച്ചാൽ അനുവാദം കൊടുക്കൽ പുരുഷന്റെ ബാധ്യതയുമാണ്. പള്ളിയിൽ പോയിക്കോട്ടെ, ഞാൻ നിങ്ങൾ പോകുന്നുണ്ടല്ലോ, എനിക്ക് പ്രതിഫലം കിട്ടട്ടെ എന്ന് ചോദിച്ചാൽ അനുവാദം കൊടുക്കൽ പുരുഷന്റെ ബാധ്യതയാണ്. കാരണം തടയരുത് എന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. നിങ്ങളുടെ സ്ത്രീകളിൽ ആരെങ്കിലും അനുവാദം ചോദിച്ച് പള്ളിയിൽ പോകാനായിട്ട് എന്നാൽ അവിടെ എന്ത് ചെയ്ത് നിങ്ങൾ തടയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീകളൊക്കെ ഉറങ്ങി, കുട്ടികൾ ഉറങ്ങി. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ ആ റൂമിന്റെ വാതിലിന്റെ അടുത്ത് പറഞ്ഞു, നാമൻ നിസാഉ
അല്ലാഹുവിന്റെ ഹബീബേ, പെണ്ണുങ്ങളൊക്കെ ഉറങ്ങുകയാണ്, കുട്ടികളൊക്കെ ഉറങ്ങിപ്പോയി നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ക്ഷണിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ ഉറങ്ങി. ഞാൻ പള്ളിയിൽ ഇരുന്ന് അങ്ങനെ കാത്തിരുന്നാണ്ട് ഉറങ്ങി. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? നമ്മളെ നാട്ടിലാണെങ്കിൽ പിന്നെ ആ ഇമാമ് അടുത്ത സുബൈക്ക് ഇമാം വെക്കൂലവൻ, അപ്പോഴും അവന് പേര് വെട്ടി വിട്ടിട്ടുണ്ടാവും. ഇറങ്ങി വന്നു, നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം അത്രയും നിങ്ങൾ നിസ്കാരത്തിലാണ്. മനസ്സിലായോ? ഇനി ചൂടാവാൻ നിൽക്കണ്ട. ഒരു മിനിറ്റ് ഇഖാമത്ത് വൈകി എന്ന് പറഞ്ഞിട്ട് ഓനെ പുറത്തു കയറാൻ നിൽക്കണ്ട. നിങ്ങൾ ഇരിക്കുന്ന അത്രയും സമയം പള്ളിയിലല്ലേ ഇരുന്നത്. ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലല്ലേ പള്ളി. അവിടെയല്ലേ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്നിടത്തോളം പ്രതിഫലം, പ്രതീക്ഷിച്ചിരിക്കുന്ന കാലത്തോളം നിസ്കാരത്തിൽ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥന ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. സ്ത്രീകൾക്കും ലഭിക്കും. അത് ഒരിക്കൽ റസൂലുള്ള പള്ളിയിലേക്ക് കയറി വരികയാണ്. കുറെ ആളുകൾ അങ്ങനെ അവിടെ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിവിടെ ഇരിക്കണം, നിങ്ങളിവിടെ ഇരുത്തിയ വസ്തു എന്താണ്, എന്താ നിങ്ങളിവിടെ ഇരിക്കണം ചോദിച്ചു. അപ്പൊ സഹാബികൾ പറഞ്ഞു, അല്ലാഹു ഞങ്ങൾക്ക് ഈ ഇസ്ലാമിനെ ഞങ്ങൾക്ക് പിന്നെ അനുഗ്രഹമായി നൽകിയല്ലോ, അതിലേക്ക് ഞങ്ങളെ ഹിദായത്ത് നൽകിയില്ലേ, ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അല്ലാഹുവിനെ സ്തുതിക്കാനും അവനെ ഓർത്തുകൊണ്ട് ചർച്ച ചെയ്യാനും ഞങ്ങൾ ഇരുന്ന്. ഇതൊക്കെ ചില മനുഷ്യന്മാരെടുത്തിട്ട് ദിക്റും എല്ലാം വേണ്ടി തെളിവാക്കി ചിലപ്പോൾ പറയും. യഥാർത്ഥ പറഞ്ഞ വാചകങ്ങൾ കേട്ടോളൂ. ലിമാ ഹദാനാ ലിൽ ഇസ്ലാം വമന്ന അലൈനാ ബിഹി. ഇസ്ലാമിനെ അല്ലാഹു ഞങ്ങൾക്ക് ഹിദായത്ത്, ഇസ്ലാമിലേക്ക് ഹിദായത്ത് നൽകിയതും ആ ഇസ്ലാം കൊണ്ട് അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിച്ചതിനും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവനെ കുറിച്ച് പറയുകയായിരുന്നു ഞങ്ങൾ ഇരുന്നിട്ട്. അപ്പൊ അല്ലാഹുവിന്റെ സത്യം അതല്ലാത്ത വേറൊന്നും ഇരുന്നിട്ടില്ലല്ലോ, അതല്ലേ എത്തിയത്. ഇതല്ലാതെ വേറൊരു കാര്യത്തിനല്ല, അതിനു വേണ്ടിയായിരുന്നു. അപ്പൊ റസൂൽ പറയാ, ഞാൻ സത്യം ചെയ്ത് ചോദിച്ചു, നിങ്ങളോടുള്ള തെറ്റിദ്ധാരണ ഒന്നും അല്ല. ഇന്നഹു അതാനി ജിബ്രീൽ, എന്റെ അടുത്ത് ജിബ്രീൽ വന്നു. വഅഖ്ബറനി, ജിബ്രീൽ എന്നോട് അറിയിച്ചു, അന്നല്ലാഹു യുബാഹി ബികുമൽ മലായിക, ഈ ആളുകളെ കണ്ടുകൊണ്ട് അല്ലാഹു മലക്കുകളോട് അവരെ കുറിച്ച് അഭിമാനം പറയുന്നുണ്ട്. പള്ളിയിൽ ഒരു മജ്‌ലിസ് നടക്കുന്ന ക്ലാസ് നടക്കുകയാണെങ്കിൽ ആ ക്ലാസ് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് വണ്ടി ഇറങ്ങി പോണ മനുഷ്യൻ ഈ പ്രത്യേകത ഒഴിവായി പോകും. പള്ളിയിൽ കൂടിയിരിക്കണം എന്തിനാ? നാട്ടു വർത്താനം പറയാനല്ലോ, ആണോ? അങ്ങാട് നിലവാരം പറയാൻ, നാട്ടു വർത്താനം പറയാനും ഒന്നുമല്ല. മറിച്ചെന്താ, പള്ളിയിൽ ഇരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചയാണ്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ്. അതിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹു അതാ മലക്കുകളോട് നമ്മളെ കുറിച്ച് അഭിമാനം പറയാണ്. മലക്കൾ നിങ്ങളല്ലേ പറഞ്ഞ ഈ മനുഷ്യന്മാരുണ്ടാക്കേണ്ട ഒരു പരസ്പരം അടിയുമ്പോഴോ രക്തച്ചൊരിച്ചിലുമാണ് ഇപ്പൊ അങ്ങനെ നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം മനസ്സിലാക്കി. ഞാൻ ആ വാചകം ഒന്നുകൂടെ മറ്റൊരു ഹദീസിൽ പറഞ്ഞു കാണാം. ഉൻദുറു ഇലാ ഇബാദി ഖദ് മദൗ ഖദ് ഖദൗ ഫരീദതൻ വഹും യന്തദിറുന ഉഖറാ. ഏയ് മലക്കുകളെ നോക്ക്, എന്റെ അടിമകൾ അവർ ഫർദ് കഴിഞ്ഞു, എന്നിട്ടും അവർ ആ പള്ളിയിൽ എങ്ങനെ ഇരിക്കുകയാണ് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്. അവരുടെ ചർച്ച ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അല്ലാഹു പറയുന്നു. നിങ്ങളെ ആലോചിച്ചു, പള്ളിയിൽ ഇരിക്കുക എന്നത്, പള്ളിയിൽ ഇരിക്കാൻ ഒരു മനസ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ്. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താന്ന് വെച്ചാല്, വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് പിടിച്ചിട്ട മത്സ്യത്തിന്റെ അവസ്ഥയാണ് നമ്മള്, അല്ലേ? പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്ത് ചാടണമെന്ന ആഗ്രഹമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടി കെട്ടിയാൽ മതി എന്ന ഒരു ചിന്തയിലാണ് നമ്മൾ ഉള്ളത്. എന്തുകൊണ്ടാണത്? പൈശാചികമായ പിടുത്തത്തിലാണ് നമ്മൾ എന്നർത്ഥം.
പിശാചിന്റെ ആ ശക്തമായ കരവലയത്തിന്റെ ഉള്ളിലായി പോയി നമ്മളങ്ങനെ പിശാചിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പെടൂല. നമ്മുടെ കൽബത്തിൽ നിന്ന് മോചനം നേടണം. എന്നാൽ നമുക്ക് പള്ളിയിലിരിക്കാൻ സൗകര്യം ഉണ്ടാവും, പള്ളിയിലിരിക്കാൻ സമയം ഉണ്ടാവും. എന്താണ് ഈ റമദാനിൽ കൂടുതൽ ആളുകൾ പള്ളിയിലിരിക്കുന്നത്? എന്താണ് ഈ റമദാനിൽ കൂടുതൽ ആളുകൾ പള്ളിയിലിരിക്കുന്നത്? അത് ഈ ശക്തമായ പിടുത്തം ഇല്ലാത്തത് കൊണ്ടാണ്. അതിശക്തമായ പിടുത്തം റമദാനിലില്ല. കാരണം അത്തരം ആളുകളൊക്കെ ബന്ധനസ്ഥരാക്കപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കൂടുതൽ സമയം ഇവിടെ ഇരിക്കുക. ഇപ്പൊ നമ്മൾ ഇരിക്കാത്തതെന്ന് വെച്ചാൽ ഓരോ നമ്മൾ ഇങ്ങനെ പിടിക്കാൻ ഒരു മാഗ്നറ്റിക് പവറാണ്, ഇങ്ങനെ പിടിച്ചു വലിച്ചോണ്ടിരിക്കാൻ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് പോയാൽ മതി എന്നാണ്. ഇപ്പൊ ഹുത്ബ നിർത്താണെങ്കിൽ ഇറങ്ങാലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും പല ആളുകൾ. കാരണം അതാണ് മനുഷ്യന്റെ ഒരു അവസ്ഥ. അവിടെയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പ്രത്യേകതയുണ്ട് കേട്ടോ. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നവരെ അവിടെ ഇരിക്കാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്വഹാബിയോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ. പ്രവാചകൻ പറഞ്ഞു, മൻ സ്വല്ലാ സ്വലാത്തൽ ഗദാത്ത് ഫീ ജമാഅ ثم جلس يذكر الله حتى تطلع الشمس ثم قام فصلى ركعتين انقلب بأجر حجة وعمرة. ഈ ഹദീസിനെ കുറിച്ച് ചില ആളുകൾ ന്യൂനത പറയുന്നുണ്ട്. എന്നാൽ ജയ്യിദായ സനദോടുകൂടി തന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് റസൂലുള്ളാഹി പറഞ്ഞത്? മൻ സ്വല്ല സ്വലാത്തൽ ഗദാത്ത് മഅ ജമാഅ ഫീ ജമാഅ, ഒരാൾ സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചു. ثم جلس يذكر الله حتى تطلع الشمس, സൂര്യൻ ഉദിക്കുന്നവരെ അയാൾ അവിടെ ഇരുന്നു. ثم قام, പിന്നെ അയാൾ എഴുന്നേറ്റു. فصلى ركعتين, 2 റക്അത്ത് നിസ്കരിച്ചു. ആ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ നഹിയുടെ സമയം കഴിഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞത്. നഹിയുടെ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നിസ്കരിക്കൽ പാടില്ലാത്തതാണ്. അത് കഴിഞ്ഞിട്ടുള്ള സമയം അയാൾ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അയാൾക്ക് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, സ്വീകാര്യയോഗ്യമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം തന്നെ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് കാണാം. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല. അവിടെ പറയാൻ എന്തൊക്കെ ഉണ്ടല്ലേ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. 4 വചനങ്ങൾ 3 പ്രാവശ്യം പറഞ്ഞാൽ സുബഹി മുതൽ ളുഹാ വരെ ഇരുന്ന് മറ്റു ദിക്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചൊല്ലുന്നതിനേക്കാളും അഫ്ളലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപത്നിയായ മൈമൂന റളിയല്ലാഹു അൻഹ മഹദി അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരിക്കാം. ഇപ്പൊ ഞാൻ പലപ്പോഴും കാണാറുണ്ട് പല പള്ളികളിലും നമസ്കാരം കഴിഞ്ഞാൽ നോക്കിയാൽ ആരും കാരം കഴിഞ്ഞാൽ കുട്ടിയോട് പോയി ഒരു പണിയുണ്ടാവില്ല, ഒന്നുമില്ല. എന്നാലും പള്ളിയിൽ ഇരിക്കാനൊരു മടി. അത് വല്ലാത്തൊരു ദുരന്തമാണെന്ന് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാരാണെങ്കിൽ മക്കളെ കൂടി എന്ത് ചെയ്യാൻ കൊണ്ടുവന്ന് പള്ളിയിൽ ഇങ്ങനെ ഇരുത്തി അവരെ ശീലിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ പള്ളിയിൽ ഇരുന്ന് ശീലിക്കുക. പള്ളി ശരിക്കും പറഞ്ഞാൽ പള്ളി ഒരു നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞാൽ പള്ളി വിട്ടു. മനസ്സിലായോ? അങ്ങനെയല്ല, പള്ളിയിൽ അവിടെ ഇരിക്കണം. ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട് പള്ളിയിൽ. അവിടെയാണ് അല്ലാഹുവിന്റെ പള്ളികളിലാണ് കൂടുതൽ പ്രതിഫലാർഹമായ സ്ഥലമാണത്. അവിടെ ഇരുന്നു കൊണ്ട് ദിക്റും തസ്ബീഹും ഖുർആൻ പാരായണവും ഒക്കെ ഓരോരുത്തരും അവർക്ക് ചൊല്ലാനും പറയാനുമുള്ള സൗകര്യമാണത്. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അഹബ്ബുൽ ബുഖാഇ ഇലല്ലാഹ് അൽ മസാജിദ്. അതുകൊണ്ടല്ലേ അല്ലാഹു ഇന്നൽ മസാജിദ ലില്ലാഹ്, അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ടാ പറഞ്ഞു പള്ളി അല്ലാഹുവിന്റേതാണ്. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും പ്രാധാന്യമുള്ള മഹത്വമുള്ള ഒരിടമാണ് പള്ളി എന്നതുകൊണ്ട് തന്നെ ആ പള്ളിയിൽ കൂടുതൽ സമയം ഇരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഖൽബ് പള്ളിയുമായി ബന്ധപ്പെടുക, ജമാഅത്തിന് വരാൻ ശ്രമിക്കുക, അവിടെ ഇരിക്കുക, കൂടുതൽ സമയം പള്ളിയുമായി ബന്ധപ്പെടുക എന്നത് ഏറ്റവും
ഏറ്റവും നല്ല ഖൽബിന്റെ ഉടമയായ മനുഷ്യന്റെ പ്രത്യേകതയാണ് എന്ന് നമുക്ക് ഈ വായിച്ചിടത്തോളം ഹദീസുകൾ മനസ്സിലാവുകയാണ്. മാത്രമല്ല നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാനുള്ള കാരണമായി അത് തീരും എന്നാണ് പ്രവാചകന്റെ വചനത്തിലുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിന അൽ ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്. അതിലെ രണ്ടാമത്തെ ഭാഗം, കഫാറാത്തിലെ രണ്ടാമത്തത് ഇസ്മാഉൽ വുദൂഇ അല സബിറാത്ത് എന്നാണ്. മറ്റൊരു ഹദീസിൽ മക്കാരിഹ് തന്നെ വന്നിട്ടുണ്ട്. അതായത് നല്ല തണുപ്പുള്ള രാത്രിയിൽ ആ സന്ദർഭത്തിൽ വുദൂ പൂർത്തിയാക്കിയെടുക്കുക എന്നത് ചെറിയ സംഗതിയൊന്നുമല്ല, ഒരു വലിയ വിഷയം തന്നെയാണ്. ഇത് രോഗികളുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല. ഒരാൾക്ക് നല്ല തണുപ്പുള്ള സമയത്ത് തണുത്ത വെള്ളത്തിൽ ഒതുവെടുക്കാന്നത് അയാളെ രോഗിയാണെങ്കിൽ അയാൾക്കത് പ്രയാസകരമാണ് എന്നത് വിഷയത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. സാധാരണഗതി നമ്മളൊക്കെ എന്ത് ചെയ്യും? ഒന്ന് മണിക്കൂർ ആ സന്ദർഭത്തിൽ വുദൂ പൂർത്തിയാക്കിയെടുക്കാം. എങ്ങനെയാണ് ഈ വുദൂ പൂർത്തിയാക്കിയെടുക്കുക? എങ്ങനെയാണ് വുദൂ പൂർത്തിയാക്കിയെടുക്കുക? സാധാരണഗതിയിൽ നമ്മൾക്ക് എല്ലാവരും വുദൂ എടുക്കുന്നവരാണ്. ഞാനത് മാത്രമേ ഇന്ന് പെട്ടെന്ന് പറയുന്നുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെയാണ്? ഞാൻ പലപ്പോഴും പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്, വുദൂ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും പലരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. എങ്ങനെയാണ് വുദൂ എടുക്കുക? പൂർത്തിയാക്കി വുദൂ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വുദൂ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഹദീസുകളിൽ വ്യക്തമായി വന്നു റസൂലുള്ളാഹിന്റെ വുദൂ എങ്ങനെയായിരുന്നു. വളരെ വളരെ എളുപ്പത്തിലും വളരെ സൗകര്യപൂർവ്വം ചെയ്യാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ, ഞാൻ രണ്ട് കാര്യം പെട്ടെന്ന് പറയാം. മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ വെള്ളമെടുക്കുക എന്നിട്ട് ഇങ്ങനെ കഴുകുക, ഇതല്ലേ മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ ഇവിടം കഴുകാനാണോ? അത് മാത്രമാണോ? അതാണ് ഇസ്മാഉൽ വുദൂ എന്ന് പറഞ്ഞാൽ വുദൂ പൂർത്തിയാക്കി എടുക്കുക എന്നാണ്. എങ്ങനെയാണ് ഒരാൾ വുദൂ പൂർത്തിയാക്കി എടുക്കാത്ത ആ നമസ്കാരത്തിന് അതിന് ഗുണമുണ്ടാവില്ല എന്നുവരെ ഹദീസിലുണ്ട്. അറ്റപ്പറ്റ വുദൂ എടുക്കുന്ന ആളുകൾ പൂർത്തിയാക്കി എടുക്കുക. എങ്ങനെ എടുക്കണം? വുദൂ പൂർത്തിയാക്കി എടുക്കാം. മുൻകൈ കഴുകുക സാധാരണ നമുക്കറിയുന്ന സംഗതിയാണ്. മുൻകൈ നന്നായിട്ട് കഴുകുക. അതിനുശേഷം വായിലും മൂക്കിലും വെള്ളം കയറ്റിച്ചിട്ട് വായിൽ വെള്ളം ഒപ്പിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ട് അതിനുശേഷം മുഖം കഴുകുമ്പോൾ വെള്ളം എടുക്കുക, രണ്ട് കൈയിലും വെള്ളം എടുക്കുക. ആ വെള്ളം മുഖത്തേക്ക് അടിക്കല്ല. മുഖത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശം മുടി മുളക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് തുടങ്ങുന്നു. താടിയെല്ലിന്റെ അടിവരെ വരും. ഒരു ചെവിയും മറ്റേ ചെവിയും, രണ്ട് ചെവികളും അതിലേക്ക് ചേർന്ന് നിൽക്കും. അത്രയും സ്ഥലങ്ങൾ ഒരുമിച്ച് കഴുകുക എന്നതാണ് മുഖം കഴുകുക എന്ന് പറയുന്നത്. വെള്ളം എടുക്കാം, എന്നിങ്ങനെ ഇട്ട് വെക്കാം, എന്നിട്ട് മുഖം ഈ ചെവി ഉൾപ്പെടെ കഴുകലാണ്. അതാണ് മുഖത്തിന്റെ പരിധി. അതാണ് ഇസ്മാഉൽ വുദൂഇലെ ഒന്നാമത്തത്. കൈ കഴുകുമ്പോ സാധാരണഗതിയിൽ മുട്ടുവരെ എന്നാ പറയാം. പക്ഷെ അലുദ് വരെയാണ് വരേണ്ടത്. അലുദ് എന്ന് പറഞ്ഞാൽ തോളലിന്റെ പകുതി വരെ വരും. പലപ്പോഴും ആളുകൾ കുപ്പായം ഇങ്ങനെ അഴിച്ചാല് ഇവിടം വരെ എത്തുള്ളൂ. ഇങ്ങനെ കുപ്പായം വെച്ചിട്ടാണ് കൊടുക്കുക, അല്ലെ? ശരിക്കും കുപ്പായം എന്ത് ചെയ്യണം? മുകളിലേക്ക് കുറച്ചും കൂടെ കയറണം. അങ്ങനെ കയറ്റിയിട്ട് എന്ത് ചെയ്യാം? കൈ കഴുകുക. അപ്പൊ രണ്ട് കൈയും എന്ത് ചെയ്യണം? അതുപോലെ കയറ്റി കഴുകുക. ഭംഗിയായി ബറാജിമുകളൊക്കെ ഉറപ്പിച്ചിങ്ങനെ ചേർത്ത് കഴുകണം. അതാണ് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ.
അതുപോലെ തന്നെ തല തടകുമ്പോൾ ശരിക്കും തല തടകുന്നതൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. പലരും ഒരു പോക്കങ്ങോട്ട് പോകലാണ്. അങ്ങനല്ല. ശരിക്കും രണ്ട് ഈ തള്ളവരലുകൾ നമ്മുടെ ഈ ഭാഗത്ത് വെച്ച് കൈ ഇങ്ങനെ വെച്ച് ഇവിടുന്ന് ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുപോയി അതേ രൂപത്തിൽ തന്നെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് എന്നിട്ട് എന്ത് ചെയ്യാം, ചെവി തടകുമ്പോ ഇങ്ങനെ ഈ വിരൽ ഇവിടെയും ഈ വിരൽ പുറകിലും, അതായത് ഇവിടുന്ന് തുടങ്ങി അതിന്റെ ഉള്ളിലൂടെ റൗണ്ട് ചെയ്ത് ഈ കൈ കൊണ്ട് പുറം തടയുക. ശരിക്കും അങ്ങനെയാണ് ഒന്നു കൊടുക്കുക. കാല് കഴുകുമ്പോഴും അങ്ങനെ തന്നെ. കാല് സാബ് വരെ കഴുകുക എന്നുള്ളത്, കൂഴ് വരെ കഴുകുക അല്ലേ, നെരിയാണി വരെ കഴുകാണ്. നെരിയാണിക്ക് മുകളിലേക്ക് എത്തണം കഴുകൽ. അതും കൈവിരലുകൾ കൊണ്ട് കാലിന്റെ വിരലുകളെ ഇടചേർത്ത് കഴുകണം. അതിനോട് നേരം ഇങ്ങനെ ആട്ടലല്ലേ അല്ലേ? പൈപ്പിന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നാട്ടിപ്പോയാൽ പോരെ? ഒതുകൊടുക്കാണ് കൈ ഇങ്ങനെ ആട്ടിക്കൊടുക്കാം അല്ലേ? പൈപ്പിന്റെ മുന്നിൽ ഇങ്ങനെ നാക്കി കൊടുത്തു പോരാ. ഇസ്ബാഉൽ വുളൂ എന്ന് പറഞ്ഞാൽ അതത്രയും ഭംഗിയായി ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ വാക്യം മാത്രമേ നാം പറയുന്നുള്ളൂ. അലാ അദുല്ലുകും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹിൽ ദറജാത്ത്. റസൂലുള്ളാഹി വിളിക്കാൻ, അലാ അദുല്ലുകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, പാപങ്ങളൊക്കെ അല്ലാഹു മായ്ച്ചു കളയാൻ പറ്റുന്ന, വയർഫഉ ബിഹിൽ ദറജാത്ത്, പദവികൾ ഉയർത്താൻ കഴിയുന്ന കാര്യം പറഞ്ഞു തരട്ടെയോ? അതേ നബി പറഞ്ഞോളൂ. അപ്പൊ റസൂൽ പറഞ്ഞു ഇസ്ബാഉൽ വുളൂഇ അലൽ മകാരിഹ്. ഇസ്ബാഉൽ വുളൂഇ അലൽ മകാരിഹ്. അത് മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കി അടുത്ത ഇൻഷാഅല്ലാഹ്. അപ്പൊ എന്താ പറഞ്ഞത്? നിങ്ങൾ വുളൂ പൂർത്തിയാക്കിയെടുത്തോളൂ, എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ പോകും. ഇനി ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞു നോക്കേണ്ടതുണ്ട്. ഇന്നും നീ അത് പൂർത്തിയാക്കാൻ പോകാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. വുളൂ എടുത്തു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും ദ്വാരക്കണം കാണുന്നില്ല. ഭൂരിപക്ഷം ആളുകളും ദ്വാരക്കണം കാണുന്നില്ല. വുളൂ എടുത്തിട്ട് ഇവിടെ കയറിപ്പോരല്ലേ? വുളൂലേശം പ്രാർത്ഥനയില്ലേ? ഉണ്ടോ? ആ പ്രാർത്ഥന പ്രത്യേകത എന്താ? 8 കവാടങ്ങളും തുറന്നിട്ട് ഇഷ്ടമുള്ളിടത്തോളം പ്രവേശിച്ചോളൂ എന്ന് പറയുന്ന, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നിട്ട് ഇഷ്ടമുള്ളിടത്തോളം പ്രവേശിച്ചോളൂ എന്ന് പറയുന്ന അല്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. പിന്നെ പറ, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതത്വഹിരീൻ. ആ പ്രാർത്ഥന എത്ര ഭംഗിയായി വന്നതാണ്. അവിടെ ഒന്ന് പ്രാർത്ഥിക്കണം. വുളൂ എടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന ഫസ്റ്റ് പണി അതാണ്. പക്ഷെ ഭൂരിപക്ഷം ആളുകൾ വുളൂ എടുക്കാണ്ട് പോകാന്നല്ലാതെ വേറെ പണികളൊന്നുമില്ല. പെട്ടെന്ന് കയറി നിസ്കരിച്ചു അല്ല, അതവിടെ കളഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ചില പള്ളികളിലൊക്കെ എത്തിയിട്ടുണ്ട്, അങ്ങനെ വുളൂ എടുത്തിട്ട് കയറി വരുന്ന സ്ഥലത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത്? വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥന. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നു പോകുന്ന അബദ്ധങ്ങൾ. ഇങ്ങനെ അങ്ങോട്ട് പരിഹരിച്ചു പോകും. ഇങ്ങനെ അല്ലാഹു ഈ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതില്ലാതാകാനാണ്. അങ്ങനെ അതൊക്കെ മായ്ച്ചു കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതം കുറഞ്ഞ സമയം ഉണ്ടാവുന്നത് പെട്ടെന്ന് തീർന്നു പോയാൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഓർക്കാനും പറയാനും നിൽക്കാനും ഇരിക്കാനും സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയം അത് നമ്മുടെ പാരത്രിക ലോകത്തേക്ക് എത്രത്തോളം സമാഹരിക്കാൻ പറ്റുമോ അത്രത്തോളം സംഗതികളൊക്കെ സമാഹരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരൻ കുട്ടികൾക്ക് ക്ലാസ്സിന് വേണ്ടി റൂം ഒരുക്കണ സമയത്ത് താഴേക്ക് വീണ് വളരെ പ്രയാസകരമായ ഒരു അന്തരീക്ഷത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കണം. അല്ലാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കുമാറാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് കൂടി ഉണർത്തുകയാണ്. എല്ലാത്തരം ദുരന്തങ്ങളും കൊണ്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പെടുന്നതിന് ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ച് മുഖ്യനായി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹം സഹായം ചെയ്യുമാറാവട്ടെ. ഗസയിൽ നമ്മുടെ സഹോദരങ്ങളെ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. എല്ലാത്തരം അനുഗ്രഹങ്ങളും അല്ലാഹു നൽകുമാറാവട്ടെ.
നാളെ റബ്ബിന്റെ അടുത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കൂട്ടത്തിൽ അവരെയും നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.